ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തടിയുടെ ലുക്കിലുള്ള ഒരു അടിപൊളി ചെടിച്ചട്ടിയാണ്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് മോൾഡ് ഉണ്ടാക്കണം. അപ്പോൾ മോൾഡ് ഉണ്ടാക്കി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാ തെർമോക്കോളിൻ്റെ 1 ഇഞ്ച് വീതിക്കുള്ള തെർമോക്കോളിൻ്റെ 2 പീസുകളാണ്. അപ്പോൾ അതിൽ ഒരു പീസ് ഞാൻ 19 സെൻറ്റിമീറ്റർ പൊക്കവും 16 സെൻറ്റിമീറ്റർ വീതിയും, അങ്ങനത്തെ ഒരു 2 പീസ് എടുക്കണം. അടുത്ത് 17.5 സെൻറ്റിമീറ്റർ വീതിയും 19 സെൻറ്റിമീറ്റർ പൊക്കമുള്ള 2 പീസും കൂടെ എടുക്കണം. എന്നിട്ട് നമുക്ക് എടുത്ത 4 പീസിലും 4 സെൻറ്റിമീറ്റർ കറക്റ്റ് വീതിക്ക് വരച്ചിട്ട് ഓരോ സെൻറ്റിമീറ്റർ അതിൻ്റെ അടി സൈഡിലും മാർക്ക് ചെയ്യുക. ഇപ്പോൾ വലിയ ഇതായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന 4 സെൻറ്റിമീറ്ററും ചെറുതായിട്ട് മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം ഓരോ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ടോട്ടൽ കൂട്ടാൻ നേരത്താണ് നമ്മൾ 19 സെൻറ്റിമീറ്റർ പൊക്കം ഇട്ടേക്കുന്നത്. ഇനി അതിൽ വലിയ പീസിൽ ഞാൻ നമ്മൾ എടുത്തേക്കുന്ന തെർമോക്കോളിൻ്റെ വീതി കനവെന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് 1 സെൻറ്റിമീറ്ററും കൂടെ അടയാളം ചെയ്ത് അതും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിച്ച് ചേർക്കാൻ നേരത്ത് വരുന്ന കനമാണ് 1 ഇഞ്ച് കനം ഞാൻ വെളിയിൽ നിന്ന് അകത്തോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വലിയ കനം. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള അടുത്ത് തെർമോക്കോളിൻ്റെ കുറച്ച് പീസുകളും കൂടെ വേണം. എന്നിട്ട് നമുക്ക് ആ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തേക്കുന്ന അതിനകത്ത് കറക്റ്റ് 1 സെൻറ്റിമീറ്റർ സ്ക്വയറായിട്ട് വെട്ടിയെടുത്ത ചെറിയ പീസ് നമുക്ക് അതിനെ പശ ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചെടുത്ത് അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ എടുത്ത 16 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസുകളുണ്ട്. ആ 2 പീസുകളിലും കറക്റ്റ് അതിൻ്റെ എൻഡ് ഭാഗത്ത് ഒട്ടിക്കണം. വലിയ 17.5 സെൻറ്റിമീറ്റർ വീതിയുള്ള വലിയ പീസിൽ അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 ഇഞ്ച് നമ്മൾ തെർമോക്കോളിൻ്റെ കനവും 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് മറ്റൊരു മാർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊട്ടിക്കാൻ നേരത്ത് അത് കൂടിച്ചേരുന്ന ആ എൻഡ് ഭാഗത്താണ് 1 സെൻറ്റിമീറ്റർ താഴോട്ടും കൂടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊട്ടിച്ചാണ് അതിന് ഇനി നമുക്ക് എല്ലാ പീസുകളും ഇതേണൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിന് ചേർത്ത് കറക്റ്റ് സ്ക്വയറായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് ആ ജോയിൻ്റ് എല്ലാം കറക്റ്റ് പൊസിഷനിൽ വന്നോളും. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ വെളിയിൽ നിന്നുള്ള മാർക്ക് ചെയ്തേക്കുന്നത് തെർമോക്കോളിൻ്റെ 1 ഇഞ്ച് കനത്തിൻ്റെ വീതി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വലിയ പീസിൽ. അതിനകത്ത് 1 സെൻറ്റിമീറ്ററും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ചെറിയ പീസിൻ്റെ ജോയിൻറ്റ് വന്ന് തീരുന്നതാണ് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 പീസുകളും ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് അടച്ചെടുക്കണം. ഒരു സൈഡ് നമുക്ക് പിന്നെ അടച്ചെടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു പീസ് ഉണ്ടാകുമെന്നാണ്. 8.5 സെൻറ്റിമീറ്റർ വീതിക്ക് 2 പീസ് എടുക്കുക. 7.5 സെൻറ്റിമീറ്ററിന് 2 പീസും കൂടെ എടുക്കുക. അപ്പോൾ അതിൻ്റെ പൊക്കം ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല, പൊക്കം പിന്നോട് പറഞ്ഞു തരാം. എന്നിട്ട് ആ എടുത്ത 2 ചെറിയ പീസും അതിനകത്ത് വെച്ച് വലിയ പീസുകൾ സൈഡിലും വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബോക്സിൻ്റെ അളവെടുത്താൽ മതിയാവും. നമുക്ക് അതിനകത്ത് കറക്റ്റ് ഏകദേശം ഒരു 3/4 ഇഞ്ച് സിമൻറ്റ് കനം കിട്ടിയാൽ മതി. അപ്പോൾ അതിനെ ഒരു ബോക്സായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കറക്റ്റ് വയ്ക്കാൻ നേരത്ത് അറിയാൻ പറ്റും. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വയ്ക്കാൻ നേരത്ത് നമുക്ക് ചിറ്റാതെ വരുന്നത് ഏകദേശം 3/4 ഇഞ്ച് സിമൻറ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വലിയ പീസ് ഉടയ്ക്കണം, ചെറിയ പീസ് ഉടയ്ക്കണം. അപ്പോൾ ചെറിയ പീസ് നമുക്ക് അതിൻ്റെ പൊക്കം നോക്കി ഒരു സൈഡ് അടച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്ക്. കാരണം അകത്ത് വയ്ക്കുന്ന പീസായതുകൊണ്ട് നമ്മൾ അകത്ത് വലിയ ബോക്സിൻ്റെ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് താഴ്ത്തി വേണം ഈ ചെറിയ പീസിൻ്റെ പൊക്കം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഇനിയിപ്പോൾ വലിയ ബോക്സിന് ഒരു സൈഡ് നമുക്ക് അടച്ചെടുക്കാം. അതിനെ നമുക്ക് പശ വെച്ച് സാധാരണ ചെറിയ കനത്തിലുള്ള തെർമോക്കോളായിരുന്നാലും മതിയാകും. ഒരു 1/2 ഇഞ്ചിൻ്റെ തെർമോക്കോളാണ് അത് അടയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. ഇനി ആ ചെറിയ ബോക്സിൻ്റെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.5 സെൻറ്റിമീറ്റർ പൊക്കമാണ്. അതിന് 2 ചെറിയ 1/2 ഇഞ്ചിൻ്റെയാണ് കൊടുത്തത്. 1 ഇഞ്ചിൻ്റെ ഇട്ടാലും മതിയാകും. അപ്പോൾ അതിൻ്റെ അടി അടച്ചിട്ട് നമുക്ക് അതിൻ്റെ മറുവശത്ത് കുറച്ച് പശയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ വലിയ ബോക്സിൻ്റെ അകത്തെ സൈഡിൽ സെൻറ്റർ ഭാഗം നോക്കി അവിടെയും കൂടെ ഒന്ന് അടച്ചിടുക. അടച്ചല്ല, അതിനെടുത്ത് കമഴ്ത്തി അതിൻ്റെ അകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കുക.
കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി തന്നെ വെച്ചിട്ടുണ്ട്. ചുറ്റാറുള്ള സിമെൻറ്റ് കനം നോക്കി. ഇനി അടുത്ത് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ സിമെൻറ്റ് മണലാണ്. അപ്പോൾ സിമെൻറ്റ് മണലും നമുക്ക് 1:1 എന്നുള്ള അളവിലെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു ലൂസിൽ തന്നെ ഇറക്കുക. കാരണം അകത്ത് നമ്മൾ ബോർഡറിന് വേണ്ടി കുറച്ച് പീസ് വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലെല്ലാം ഇറങ്ങണം. അപ്പോൾ നല്ല ലൂസിന് തന്നെ കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ ഒഴിച്ച് നല്ലവണ്ണം ചെറിയ കമ്പി കൊണ്ടുമെല്ലാം ആ സൈഡിൽ എല്ലാ സൈഡിലും ഇറങ്ങത്തക്ക രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ആ ബോക്സിൻ്റെ വെളിയിലൊന്ന് തട്ടി കൊടുത്താലും മതിയാകും. എന്നിട്ട് ബാക്കി ഇനി നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ മുകൾ ഭാഗത്ത് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പം ആ വെള്ളത്തിൻ്റെ ഈർപ്പെല്ലാം അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. സെൻറ്റർ ഭാഗത്ത് ഹോൾ ഇട്ട് അടുത്ത് നമുക്ക് വേണ്ടെന്ന് 1 ഇഞ്ച് കനത്തിനുള്ള 2 തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഏകദേശം 1 ഇഞ്ച് വീതിക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനെ 2 സൈഡിലും വെച്ചിട്ട് നമുക്ക് ചെടിയുടെ അടിയിലത്തെ സ്റ്റാൻഡിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇനി ഒരു 24 മണിക്കൂർ കറക്റ്റ് കഴിയപ്പോൾ നമുക്ക് ആ വെളിയിലുള്ള തെർമോക്കോളെല്ലാം ഇളക്കി അങ്ങ് മാറ്റാം. എന്നാലും അതിനകത്ത് വെള്ളം ഒഴിക്കാനും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും പറ്റുള്ളൂ. അപ്പം 24 മണിക്കൂർ കഴിഞ്ഞാൽ വെളിയിലുള്ള ബോക്സ് എല്ലാം ഇളക്കി അങ്ങ് മാറ്റാം. വെളിയിലുള്ള പീസെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിസൈഡിലും അതിനകത്തൊക്കെ ഉള്ള ആ ചെറിയ തെർമോക്കോളിൻ്റെ പീസെല്ലാം കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ മുനയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അതിനെയും കൂടെ ഒന്ന് എടുത്തു മാറ്റി കളയാം. അപ്പോൾ താഴെ നമ്മൾ സ്റ്റാൻഡിന് വേണ്ടി വെച്ചേക്കുന്ന ആ കാലുകൾ അതിനെ വേണമെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറ്റി ഒരു ചെറിയൊരു നൂൽക്കനത്തിന് അകത്തോട്ട് കയറ്റി ഒന്ന് മാർക്ക് കത്തി കൊണ്ട് ഉരച്ച് കളയപ്പോൾ അതിന് അകത്തോട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ അത് മാറി കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അകത്തുള്ള പീസ് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ അത് ഒരു 2-3 ദിവസം നല്ലവണ്ണം വെള്ളത്തിലൊക്കെ ഇട്ട് നനച്ച് കൊടുത്തിട്ട് ഇളക്കി മാറ്റിയാലും മതിയാകും. അപ്പോൾ അകത്തുള്ള പീസും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എംബൈൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം നമുക്ക് ചെറിയ തടുപ്പുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റാണ്. ഇനി വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ ബ്രഷിന് ഒരു 1-2 ലെയറെങ്കിലും നല്ലവണ്ണം ഉണങ്ങുന്നതിനനുസരിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഇനി അവസാനം നമ്മൾ നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒരു 1-2-3 കോട്ടെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് എംബൈൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ ആ വൈറ്റ് സിമെൻറ്റും കൂടെ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ എഡ്ജുകളും എല്ലാം നല്ല ഫിനിഷായി കിട്ടും. അതിന് വേണ്ടിയാണ് വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ പേപ്പറിൽ ഇട്ട് തീർന്നിട്ട് അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ ആദ്യം എടുത്തിരിക്കുന്ന ബേസിക് കോട്ടായിട്ട് കൊടുക്കുന്നത് ആക്രിലിക്കിൻ്റെ യെല്ലോ കളറാണ്. അപ്പോൾ അത് ഒരു കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അകവും പുറവും എല്ലാ സൈഡിലും നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. പുറത്ത് അകത്ത് സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി. അപ്പോൾ അടുത്ത കളറെന്ന് പറഞ്ഞാൽ ബേൺസീനയും ആക്രിലിക്കിൻ്റെ വൈറ്റുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒരു കോട്ട് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചോ മൊത്തം സൈഡിൽ വന്നിട്ട് കൊടുക്കാം. ഒരു കോട്ട് ബ്രഷ് അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് ഇട്ടിട്ട് അടുത്ത് നമുക്ക് ബേൺസീന മാത്രം ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് ചെറിയ വരകൾ ഇട്ടിട്ട് സ്പോഞ്ച് കൊണ്ട് നല്ലവണ്ണം ഒന്ന് വലിച്ച് നീക്കി കൊടുത്താൽ മതി. കറക്റ്റ് ആ തടിയുടെ ഡിസൈനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ സൈഡിലും ഇത് കണക്ക് തന്നെ ചെയ്തിട്ട് അവസാനം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അപ്പോൾ ക്ലിയർ വാർണിഷ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം 1-2 കോട്ട് അടിച്ച് കൊടുക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.